24-ലെ ആ വലിയ മഹാമനസ്കരായ ആൾക്കാർ ഇട്ടപ്പോഴാണ് ഞാനും ആ വാർത്ത അറിയുന്നത്. മാധ്യമങ്ങൾക്ക് ഭാവനയുണ്ടെന്നറിയാം, പക്ഷെ ഇത്രയും വലിയൊരു ഭാവന എന്റെ മകനെ കുറിച്ച് എഴുതിയത് തികച്ചും അങ്ങേയറ്റം എനിക്ക് എന്നെ വല്ലാണ്ട് വേദനിപ്പിച്ചൊരു വാർത്തയാണ്. മാധ്യമധർമ്മം ഇങ്ങനെയൊന്നും ആവരുത് എന്നാണ് ആദ്യം തന്നെ 24-നോടും ഏഷ്യാനെറ്റിനോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അവർ രണ്ടുപേരുമാണ് മെയിനായിട്ട് ഈ വാർത്ത ഇട്ടത്. മറ്റുള്ളവരുടെ ചോര കുടിച്ച് ജീവിക്കുന്നതിനൊക്കെ ചിലപ്പം ചിലർക്കെങ്കിലും സുഖം ഉണ്ടാവും. എന്നെ സംബന്ധിച്ച് വളരെ സത്യസന്ധമായി പൊതുപ്രവർത്തനം നടത്തുന്ന ഒരു സ്ത്രീയാണ് ഞാൻ. എന്റെ മകൻ ഈ സമൂഹത്തിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ ഇവിടെ വരുന്ന മറ്റു കുട്ടികളോ അല്ലെ കൂട്ടുകാരോ ഒക്കെ അവൻ കൂടിയിരിക്കുകയോ ചിലപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ആരെങ്കിലും അവനെ ചോദ്യം ചെയ്യുകയോ ഒക്കെ ചെയ്യും. പക്ഷെ വന്ന വാർത്ത എന്താ? 30 ഗ്രാം കഞ്ചാവുമായിട്ട് പ്രതിഭ MLA-യുടെ മകൻ എന്ന് പറഞ്ഞാണ് വാർത്ത വരുന്നത്. അപ്പം പ്രതിഭ MLA-യുടെ മകൻ എന്ന് പറയുമ്പോൾ മാത്രമല്ലേ ആ വാർത്തയ്ക്കൊരു ഹൈപ്പ് കിട്ടുള്ളൂ. എന്തിനാ ഹൈപ്പിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള വാസ്തവവിരുദ്ധമായ വാർത്തകൾ ഇടുന്ന? അങ്ങേയറ്റം തെറ്റായ വാർത്തയാണ്. നിയമ നടപടികൾ തീർച്ചയായിട്ടും 24-നെതിരെ ഏഷ്യാനെറ്റിനെതിരെയും എന്നെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ, ഞാൻ വലിയ പണം കൊടുത്ത് ഇതൊന്നും ചെയ്യാൻ കഴിയുന്ന ആളോ അല്ലെങ്കിൽ കള്ളപ്പണം കയ്യിലുള്ള ആളോ ഒന്നുമല്ല. പക്ഷെ ഇത്തരത്തിലാണെങ്കിൽ ഇനി നാളെ സമൂഹത്തിലേക്ക് പൊതുപ്രവർത്തക എന്ന നിലയിലേക്ക് ഇറങ്ങി മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെ ഏറ്റവും വലിയ ശക്തമായ ക്യാമ്പയിൻ ചെയ്യുന്നൊരു സ്ത്രീ കൂടിയാണ് ഞാൻ. ഇപ്പൊ എന്റെ മോനാണെങ്കിൽ പോലും അത് ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ അത് മറ്റുള്ളവരുമായിട്ട് ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ എന്റെ മോനെ അടക്കം തള്ളിപ്പറയാനുള്ള ശേഷിയുണ്ട് മാനസികമായിട്ട് എനിക്ക്. പക്ഷെ ഇല്ലാത്തൊരു വാർത്ത പടച്ചു വിടുന്നതിന്റെ പിന്നിൽ എന്താണ് എന്നുള്ളതാണ്. ഇപ്പൊ നാളെ ഇന്നത്തെ തലമുറയിൽ ഏറ്റവും കൂടുതൽ ഞങ്ങളെയൊക്കെ വേദനിപ്പിക്കും. ഞാൻ വിമലാഞ്ചലം കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ എന്ന നിലയിൽ എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത്, ഞങ്ങൾ എടുക്കുന്ന ഒരു സബ്ജക്ട് കൂടിയാണ് ഡ്രഗ്സ്. സ്വാഭാവികമായിട്ടും നമുക്കറിയാം, ഒരു 8ാം ക്ലാസ് കഴിയുമ്പോൾ തൊട്ട് നമ്മൾ 100 കുട്ടികളെ എടുത്താൽ അതിൽ 50 പേരും ഇത്തരത്തിലുള്ള ബാഡ് ഹാബിറ്റിന് അടിമപ്പെടുന്ന ഒരു കാലത്താണ് നമ്മളെല്ലാം ജീവിക്കുന്നത്. അപ്പൊ ആ സാമൂഹ്യ ജീവിതത്തിന്റെ ഭാഗമായിട്ട് ഇവരെല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്താണ് ജീവിക്കുന്നത്. അപ്പം ആരാണ് ഉപയോഗിക്കുന്നത്, എവിടെയാണ് ഇത് വെച്ചിരിക്കുന്നത്, ഏതാണ് സോഴ്സ് ഒന്നും അറിയത്തില്ല. പക്ഷെ ഇവിടെ നമ്മുടെ വിഷയമല്ല. അപ്പൊ അതിനെതിരെ ഫൈറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ സൂചിപ്പിച്ചാണ്. പക്ഷെ ഇവിടെ നിർഭാഗ്യകരമായ വാർത്ത എന്ന് പറഞ്ഞാൽ, ഒരു പൊതുപ്രവർത്തക എന്ന നിലയിൽ എന്റെ ഓഫീസിനോടോ ആരോടെങ്കിലും ഒന്ന് ചോദിക്കാമായിരുന്നു ഇത്തരത്തിലൊരു കാര്യം നടക്കുമ്പോൾ MLA കോണ്ടാക്ട് ചെയ്യാൻ. ഞാൻ സ്വാഭാവികമായിട്ട് രാവിലെ മുതൽ പ്രോഗ്രാമുകളിൽ നിൽക്കുന്ന ഒരാളാ. ഈ വാർത്ത വരുന്ന സമയത്ത് ഞാനിതൊന്നും കാണുന്നില്ല. എന്റെ കയ്യിൽ അന്നേരം ഫോണോ അല്ലെങ്കിൽ വാർത്ത കാണാനുള്ള സംവിധാനമോ ആ സമയത്തില്ല. പക്ഷെ പലരും ഞാൻ വാഹനത്തിലേക്ക് കയറുമ്പോഴാണ് ഇങ്ങനെ 24-ൽ വാർത്ത വരുന്നല്ലോ എന്ന്. ഞാൻ ആ സ്ക്രീൻഷോട്ട് കണ്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. MLA-യുടെ മകനെന്ന് തന്നെയാണ് എഴുതുന്നത്. അപ്പൊ അവിടെയും MLA ആണ്. MLA-യുടെ ആ ഒരു ബ്ലഡിനുള്ള ഒരു ടേസ്റ്റ് ആണ് 24 ഏഷ്യാനെറ്റും കാണിച്ചത്. മാധ്യമങ്ങൾക്ക് വൈരാഗ്യമാകാം രാഷ്ട്രീയക്കാരോട്, പക്ഷെ ഇതുപോലുള്ള ഇത്രയും വൃത്തികെട്ട മനസ്ഥിതി പാടില്ല എന്നുള്ളത് ദയവ് ചെയ്ത് എനിക്ക് ആ 2 ചാനലിനോട് അഭ്യർത്ഥിക്കാനുള്ളത്, ആ വാർത്ത പിൻവലിക്കണം, ഖേദം പ്രകടിപ്പിക്കണമെന്ന് തന്നെയാണ്. ആ തീർച്ചയായിട്ടും പിടികൂടി എന്നല്ല പറയുന്ന, 8 പേര് കൂടി ഇരുന്നിട്ട് അവരെ പിടിച്ചോണ്ട് പോയി. അതായത് അവര് കഞ്ചാവുമായി പിടികൂടി എന്നല്ല പറയുന്നത്. ഇപ്പം ഒരു അസ്വാഭാവികമായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയണ്ടേ, നമുക്ക് സംശയാസ്പദമായിട്ടൊക്കെ ആരെങ്കിലും കണ്ടാലും സ്വാഭാവികമായിട്ട് ചോദ്യം ചെയ്യാം. അതിൽ എക്സൈസുകാർ ആര് ചോദ്യം ചെയ്താലും ഞാനും എന്റെ കൂടെ നിൽക്കുന്ന ആളാണ്. അതിനെയൊന്നുമല്ല ഞാൻ പറയുന്നത്. വന്ന വാർത്ത എന്താ? കഞ്ചാവുമായി MLA പ്രതിഭയുടെ മകൻ പിടിയിലെന്ന വാർത്തയാണ്. ആ വാർത്തയോടാണ് ഞാൻ വിയോജിക്കുന്നത്. ബാക്കി അവിടെ നടന്നിപ്പോ ചിലപ്പോൾ ചോദ്യം ചെയ്യാനായിട്ട് അവർ പിടിച്ചിട്ടുണ്ടാവും, കൂടിയിരിക്കുന്നവരെ ചോദ്യം ചെയ്യുമായിരിക്കും. അങ്ങനെ ഇവിടെ എന്തെല്ലാം നടക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള വാർത്തയാണ് തീർച്ചയായിട്ടും തെറ്റായ വാർത്തയാണെന്ന് പറഞ്ഞാൽ എന്നോടൊന്ന് ചോദിക്കാൻ പോലും നിന്നില്ല എന്നുള്ളതാണ്. ഞാൻ ഇപ്പോഴും എക്സൈസ് ഓഫീസിൽ ചോദിച്ചു. അപ്പൊ അങ്ങനൊരു വാർത്ത അവരാരോടും ഷെയർ ചെയ്തിട്ടില്ല എന്ന് അവർ തീർത്ത് പറയണം. അങ്ങനത്തെ ഒരു കാര്യമോടെ, കാരണം എന്തെങ്കിലും പിടിച്ചാലല്ലേ പിടിച്ചെന്ന് പറയാൻ പറ്റും. അങ്ങനെ ഒരു കാര്യം പിടിച്ചിട്ട് ഈ ഗ്യാങ്ങിന്ന് പോലും പിടിച്ചിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയില്ല അതിനെപ്പറ്റി. പക്ഷെ ഇനി അതോ ഗ്യാങ്ങിന്ന് പിടിച്ചാലും അതങ്ങനെ MLA-യുടെ മകൻ പ്രതിഭ MLA-യുടെ മകൻ എന്ന പേരിൽ ഈ വാർത്ത വന്നപ്പോൾ തീർച്ചയായിട്ടും അതൊരു വല്ലാത്തൊരു വൃത്തികെട്ട ഒരു മാധ്യമ പ്രവർത്തനമായി പോയി എന്നുള്ളതാണ്. അവര് കൂട്ടം കൂടി ഇരുന്ന വഴി എക്സൈസുകാർ വന്നു. എപ്പോഴും ഇവിടെ എല്ലാം പിള്ളേരിയ്ക്കും ഓരോ ഗ്യാങ് ആയിട്ട്. അപ്പൊ ഈ ഒരു ഗ്യാങ്ങിൽ ഇവനും ഉണ്ടായിപ്പോയി. ആ 5-8 പേര് ഇരുന്നതിന്റെ അകത്ത് കനിവും ഉണ്ട്. അപ്പൊ നമ്മൾ പറയാൻ പറ്റുമോ ഇപ്പൊ കനിവ് ഏത് ഗ്യാങ്ങിലാണ് ഇരിക്കുന്നത്? ഇവിടുത്തെ പിള്ളേരാ ചുറ്റും നിൽക്കുന്നത്. എപ്പോഴും ഇവിടെ ഇപ്പം എനിക്ക് തോന്നുന്നു ലാസ്റ്റ് 24 ഇവിടെ എന്റെ ഒരു പ്രോഗ്രാം എടുക്കാൻ വന്നപ്പോ പോലും എനിക്ക് തോന്നുന്നു കനിവ് ആ ടൈമിലും ഇങ്ങനെ കൂട്ടം കൂടി നടക്കുന്ന അവന് തന്നെ കാണും. എപ്പോഴും അങ്ങനെയാണ്. ഇതൊരു നാട്ടുംപുറവാ. അപ്പം പിടിച്ച് വീട്ടിൽ കെട്ടിയിടാനൊന്നും പറ്റത്തില്ലല്ലോ പിള്ളേരെയൊന്നും. അത് ആ ഗ്യാങ് കൂടിയതിലോ ഗ്യാങ്ങിൽ പോയതിലോ അല്ല. ഇപ്പോഴും എന്റെ പ്രതിഷേധം, അല്ലെങ്കിൽ ആ വാർത്ത എഴുതി കാണിച്ചുള്ള മനസ്സ്, അത് തെറ്റ് തന്നെയല്ലേ? നിങ്ങൾ തന്നെ പറ. പ്രതിഭ MLA-യുടെ മകനെ കഞ്ചാവുമായി പിടിയിലെന്ന് ഇവർക്ക് എന്ത് സോഴ്സിലാണ്? ഇവർക്ക് ആര് സോഴ്സ് കൊടുത്തു? അങ്ങനെ ഒരു കാര്യം ഇല്ല. അപ്പൊ അത് തെറ്റായ ഒരു കാര്യമാണ്. പിന്നെ ഈ കൂട്ടുകൂടിയതോ എക്സൈസ് വന്ന് അന്വേഷിച്ചതോ ഒക്കെ അവരുടെ ജോലിയുടെ ഭാഗമാണ്.